ഹായ് ഫ്രണ്ട്സ്, എസ് എൻ ക്രിയേഷൻസ് ബൈ താഹി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ കാണിക്കുന്ന പാറ്റേൺ നിങ്ങൾക്ക് കുറേ പേർക്കെങ്കിലും കണ്ടാൽ അറിയായിരിക്കും. നമ്മുടെ ചാനലിൽ ഓൾറെഡി ഈ ഒരു വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ലൊരു വീനക്ക് കൊടുത്തിട്ട് അതിൻ്റെ താഴത്തായിട്ട് ഇതുപോലെ ചെറിയ ഫ്ലവേഴ്സും ലീവ്സും വെച്ച് ചെയ്തിരിക്കുന്ന ഒരു വർക്കാണ്. അപ്പോൾ ഈ വർക്ക് ഞാൻ പറഞ്ഞല്ലോ, ഒരു 2 മാസം മുമ്പ് നമ്മൾ നമ്മുടെ ചാനലിൽ ചെയ്തൊരു വർക്കാണ് കേട്ടോ. പക്ഷേ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഈ സെയിം വർക്കാണെങ്കിൽ കൂടെയും വി നെക്കിലല്ല, നമ്മൾ നല്ലൊരു റൗണ്ട് നെക്കിലാണ് ചെയ്യുന്നത്. അപ്പം പാറ്റേൺ ഈ സെയിം തന്നെ കാണിക്കുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളിവിടെ 2 റൗണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വരുന്ന റൗണ്ടിൽ നമ്മളൊരു കട്ട് ബീഡ് വെക്കുന്നുണ്ട്. അതിനെ കവർ ചെയ്യുന്ന രീതിയിൽ ഒരു 5 കട്ട് ബീഡ് വെച്ച് എടുക്കുന്നുണ്ട്. പിന്നെ സ്ട്രെയിറ്റ് ആയിട്ട് 2 കട്ട് ബീഡ് വീതം അതിൻ്റെ ചുറ്റിനും കൊടുത്ത് പോകുന്നുണ്ട്. ഇവിടെ നമ്മൾ ലീവ്സ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സെൻറ്ററിൽ വരുന്ന ഫ്ലവേഴ്സ് റെഡ് കളർ കട്ട് ബീഡ് വെച്ചും ലീവ്സ് കൊടുക്കുന്നത് ആൻറ്റി കളർ കട്ട് ബീഡ്സ് വെച്ചാണ് ചെയ്യുന്നത്. ചെറിയ ചെറിയ ഡോട്ട് കൊടുത്തേക്കുന്ന ഭാഗത്ത് നമ്മൾ സ്പ്രെഡിങ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മുമ്പ് ആരി സ്റ്റാൻഡിൽ വെച്ചിട്ട് മെറ്റീരിയലാണ് നമ്മൾ ഈ വർക്ക് ചെയ്ത് കാണിച്ചത്. പക്ഷേ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഓൾറെഡി നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സാണ്. അതിലാണ് നമ്മൾ ഈ വർക്ക് ചെയ്യുന്നത്. പറഞ്ഞല്ലോ, വി നെക്കല്ല ചെയ്യുന്നത്, നല്ലൊരു റൗണ്ട് നെക്കിലാണ് ചെയ്യുന്നത്. അപ്പോൾ പാറ്റേൺ സെയിം ആണ്. ഞാൻ റൗണ്ട് നെക്കിൽ മെറ്റീരിയൽ മാർക്ക് ചെയ്തിട്ടുണ്ട്, കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, ഇതാ നമ്മുടെ മെറ്റീരിയൽ വന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സാണ്. നല്ലൊരു റോയൽ ബ്ലൂ ഷെയ്ഡാണ്. റോയൽ ബ്ലൂ ഷെയ്ഡ് ആണെങ്കിലും എന്താ പറയുക, ചെറിയ ഡിസൈൻസ് വരുന്നുണ്ട് കേട്ടോ. ഇങ്ങനൊരു മെറ്റീരിയലാണ്. അപ്പോൾ ഇതിൽ നമ്മൾ റെഡ് കളർ കട്ട് ബീഡും ആൻറ്റിക്കും വെച്ച് ചെയ്യുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാനിതിൽ ഫ്രെയിം നമ്പർ 10 വെച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ നെക്ക് ഫുള്ളും കവറായി വരുന്നുണ്ട് 10 വെച്ചിട്ട്. പിന്നെ നമ്മൾ ഈ ഫ്രെയിം മാറ്റിയതിന് ശേഷം മാത്രമേ 2 ഫ്ലവേഴ്സ് 2 സൈഡിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഫുൾ കവറായി വരണമെങ്കിൽ നിങ്ങൾക്ക് ഫ്രെയിം നമ്പർ 12 യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഒത്തിരി പേരുടെ ഡൗട്ടാണ്, നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റത്തില്ലേ എന്ന്. പറ്റും എന്ന് കാണിക്കാനാണ് ഈ വീഡിയോ എടുക്കുന്നത്. ഞാനിവിടെ ഫ്രീ ഹാൻഡായിട്ട് തന്നെയാണ് മാർക്ക് ചെയ്ത് കൊടുത്തേക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, അതിൽ വി നെക്കാണ്, ഇതിൽ നല്ല വൈഡായിട്ടുള്ള റൗണ്ട് നെക്കാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഞാനിവിടെ പാറ്റേൺ ഡ്രോ ചെയ്തിട്ടുണ്ട്. സെൻറ്ററിൽ നമ്മൾ ഫ്ലവേഴ്സ് ചെയ്യുന്ന റെഡ് കളർ കട്ട് ബീഡ് വെച്ചിട്ടും ലീവ്സ് കൊടുക്കുന്നത് ആൻറ്റി കളറുമാണ്. അപ്പോൾ സെൻറ്ററിൽ വരുന്ന ഫ്ലവേഴ്സിന് 5 ലീഫ് വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ ചുറ്റിനും വരുന്ന ഫ്ലവേഴ്സിന് 3 ലീഫ് വീതേ വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അതിന് മുമ്പായിട്ട് ഞാൻ മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്ന് പരിചയപ്പെടുത്താം. ഞാൻ പറഞ്ഞല്ലോ, 2 കളർ കട്ട് ബീഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ റെഡ് കളർ കട്ട് ബീഡ്സും യൂസ് ചെയ്യുന്നുണ്ട്, ആൻറ്റി കളർ കട്ട് ബീഡ്സും യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ ത്രെഡ് വന്നിരിക്കുന്നത് മെറ്റീരിയലിൻ്റെ സെയിം കളർ നോർമൽ സ്വിങ് ത്രെഡാണ് ഞാൻ എടുത്തേക്കുന്നത്. നമ്മുടെ നീഡിൽ വന്നിട്ട് നീഡിൽ നമ്പർ 12 ആണ് കേട്ടോ. ഇതാണ് നമ്മുടെ നീഡിൽ നമ്പർ 12 ആണ്. നമ്മൾ നീഡിലിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ബിഗിനേഴ്സ് ഒന്ന് കയറി കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ഓക്കെ, അപ്പോൾ ഞാനിവിടെ നീഡിൽ ത്രെഡ് കോർത്ത് മേളിലോട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സെൻറ്ററിലായിട്ട് ഒരു റെഡ് കളർ കട്ട് ബീഡ് വെച്ച് കൊടുക്കാം. അതിനെ കവർ ചെയ്യുന്ന രീതിയിൽ ഒരു 5 കട്ട് ബീഡോടെ വെച്ച് നമുക്കൊരു ഫ്ലവർ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ചെയ്യുന്ന കറക്റ്റായിട്ട് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാവും കേട്ടോ. നമ്മൾ സാധാരണ മെറ്റീരിയലിൽ ആരി സ്റ്റാൻഡിൽ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് വീഡിയോ എടുക്കാനൊക്കെ നല്ല സൗകര്യം കേട്ടോ. ഇത് ഞാൻ പറഞ്ഞല്ലോ, സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സിൽ ചെയ്യുമ്പോൾ നമുക്ക് വീഡിയോ എടുക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടാണ്. ബിഗിനേഴ്സൊക്കെ ആണെങ്കിലും അത്യാവശ്യം വർക്ക് ചെയ്യാൻ അറിയാമെന്നുള്ളവർക്കാണെങ്കിൽ നോർമലി ചെയ്യുന്നതിന് കുഴപ്പമില്ല കേട്ടോ. നമുക്ക് വീഡിയോയ്ക്ക് കൂടെ വേണ്ടി ആയതുകൊണ്ട് ചെറിയൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ടേ. ഇതുപോലെ ഞാനിങ്ങനെ ഫ്ലവർ ചെറിയ റൗണ്ട് ഷേപ്പ് ചെയ്തിട്ടുണ്ട്. ലോക്ക് സ്റ്റിച്ച് കൊടുക്കണം കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ഒന്നോ രണ്ടോ ബീഡ് ഇടവിച്ച് ലോക്ക് സ്റ്റിച്ച് കൊടുക്കണം. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 2 കട്ട് ബീഡ് വീതം ചുറ്റിനും ചെയ്ത് പോരാവേ.
അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ഫ്ലവേഴ്സ് കൂടെ ചെയ്തെടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളിതാ ഇതുപോലെ ഇത്രയും ഫ്ലവേഴ്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. റെഡ് കളർ വെച്ച് ഇത്രയും ഫ്ലവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ലീഫാണ്. ഞാൻ പറഞ്ഞല്ലോ ലീഫ് ചെയ്യുന്നത് ആൻറ്റി കട്ട് ബീഡ് വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് ലീഫ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതുപോലെ തന്നെയാണ് ബാക്കിയുള്ള എല്ലാ ലീഫും ചെയ്യേണ്ടത്. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ ലീഫ് ചെയ്തല്ലോ, ഓരോ ലീഫിൻ്റെ ഇടയ്ക്കും ഓരോ ലോക്ക് സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ. അത് നന്നായിട്ട് ഫിക്സ് ആയിട്ട് ഇരിക്കണമെങ്കിൽ ലോക്ക് സ്റ്റിച്ച് കൊടുക്കാൻ വിട്ടു പോകരുതേ. ഇതുപോലെ എല്ലാ ലീഫിൻ്റെ ഇടയ്ക്കും ലോക്ക് സ്റ്റിച്ച് കൊടുക്കുക. പിന്നെ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ ഈ സെൻറ്ററിലെ ഫ്ലവേഴ്സിന് 5 ലീഫാണ്, ബാക്കി ഫ്ലവേഴ്സിന് 3 ലീഫാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ബാക്കി വരുന്ന ഈ ഏരിയാസ് ഉണ്ടല്ലോ, ഇവിടെ നമുക്ക് ആൻറ്റി കളർ കട്ട് ബീഡ്സ് വെച്ച് തന്നെ സ്പ്രെഡിങ് കൊടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളിതുപോലെ ഫുള്ള് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, നമ്മൾ ഫ്ലവേഴ്സ് ചെയ്തിട്ടുണ്ട്. അതിനെ കവർ ചെയ്യുന്ന രീതിയിൽ സെൻറ്ററിലെ ഫ്ലവേഴ്സിന് 5 ലീഫ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ 2 സൈഡിലും വരുന്ന ഫ്ലവേഴ്സിന് 3 ലീഫ് വീതം കൊടുത്ത് ഫുള്ള് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ ചെറിയ ചെറിയ ഗ്യാപ്പ് വരുന്ന ഭാഗത്തില്ലേ, നമുക്കിതുപോലെ ആൻറ്റിക്കിൻ്റെ കട്ട് ബീഡ് വെച്ച് നമുക്ക് ചെറിയ സ്പ്രെഡിങ് കൊടുക്കാം കേട്ടോ. ഇടയ്ക്ക് ലോക്ക് സ്റ്റിച്ച് കൂടെ കൊടുക്കണം കേട്ടോ. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ലോക്ക് സ്റ്റിച്ച് കൊടുക്കാൻ വിട്ടു പോകരുതേ. നമ്മളിതുപോലെ സ്പ്രെഡിങ് ഒക്കെ കൊടുക്കുമ്പോൾ 2 സ്റ്റിച്ച് വീതം കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ സ്പ്രെഡിങ് ഫുള്ള് കൊടുത്തെടുക്കുക. കണ്ടല്ലോ, നമ്മൾ ഫ്രെയിം വെച്ചാണ് ചെയ്തിരിക്കുന്നത്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒത്തിരി പേരുടെ ഡൗട്ടാണ് കേട്ടോ, നമ്മളിങ്ങനെ ഫ്രെയിം സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുമെന്ന്. കുറേ പേര് ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ മെറ്റീരിയലിൽ വർക്ക് ചെയ്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ബീഡിൽ കയറി നീഡിൽ തട്ടിയിട്ട് പൊട്ടിപ്പോകത്തില്ലേ, ബീഡ് പൊട്ടിപ്പോകത്തില്ലെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഡൗട്ട് ഉള്ളവർക്കൊക്കെ വേണമെങ്കിൽ ഓൾറെഡി നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സിൽ ഞാൻ പറഞ്ഞല്ലോ ഫ്രെയിം നമ്പർ 10ഓ 12ഓ വെച്ച് ഇതുപോലെ കറക്റ്റായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഞാൻ ഒത്തിരി പേർക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരുമ്പോൾ ഡ്രസ്സിൽ ഇതുപോലെ വർക്ക് ചെയ്ത് കൊടുക്കാറുണ്ട്. നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്രയും നമ്മളിങ്ങനെ ഒരു വീഡിയോ ചെയ്തത് കേട്ടോ. അപ്പോൾ നമുക്കിതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. കണ്ടല്ലോ, ഇതുപോലെ ബാക്കിയുള്ള ഏരിയസിലൂടെ സ്പ്രെഡിങ് കൊടുത്തെടുക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ വർക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതുപോലെ വരുന്നത് കേട്ടോ. നെക്കിൽ നല്ല ഭംഗിയായിട്ട് തന്നെ നമ്മൾ ഫ്രെയിം വെച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ 2 സ്ലീവും ഞാൻ ഇതുപോലെ സിമ്പിളായിട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട്. സ്ലീവിൽ ഞാൻ കൊടുത്തപ്പോൾ ഇതുപോലെ സെൻറ്ററിലായിട്ട് ഒരു റെഡ് കളർ ഫ്ലവർ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ 4 സൈഡിലായിട്ടും ഓരോ ലീഫ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതുപോലുള്ള ആൻറ്റിക് ഷെയ്ഡിലെ കട്ട് ബീഡ്സ് വെച്ച് സ്പ്രെഡിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 സ്ലീവിലും ഇതുപോലെ സിമ്പിളായിട്ടുള്ള ഹാൻഡ് വർക്കും കൊടുത്തിട്ടുണ്ട്. നെക്കിൽ സെയിം വർക്ക് തന്നെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്.
അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെ മെറ്റീരിയൽ വന്നിരിക്കുന്നത് ഒരു റോയൽ ബ്ലൂ ഷെയ്ഡ് ജോർജറ്റ് ആണ്. പക്ഷേ ഒരു പ്രിൻറ്റഡ് ടൈപ്പാണ് കേട്ടോ. ഒരു ചെറിയൊരു ഡിസൈനൊക്കെ വരുന്നൊരു ടൈപ്പാണ്. പക്ഷേ നമുക്കിതിൽ ഹാൻഡ് വർക്ക് കൊടുത്തപ്പം കാണാൻ കുറച്ചുകൂടി നന്നായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വർക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. കമൻസൊക്കെ അറിയിക്കുക. പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഒന്ന് ഫോളോ ചെയ്തേക്കണേ. SM ക്രിയേഷൻസ് ബൈ താഹി എന്ന പേരിലാണേ. അപ്പോൾ ഇതുപോലെ നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരും വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.